പല ആളുകളും ചോദിക്കുന്ന സംശയങ്ങളിൽ ഒന്നാണ് അഡിനോയിഡ് ഗ്രന്ഥിയും ടോൺസിൽസും ഒന്നാണോ എന്ന്. ടോൺസിൽസ് നമുക്കൊക്കെ അറിയുന്നതാണ്, നമ്മുടെ തൊണ്ടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന, രണ്ട് വശങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥികളാണ്. അതേസമയം അഡിനോയിഡ് എന്ന് പറയുന്നത് മൂക്കിന്റെ പുറകുവശത്തായി മൂക്ക് തൊണ്ടയിലേക്ക് തുറക്കുന്ന ഭാഗത്തുള്ള ഒരു ഗ്രന്ഥിയാണ്. അതുപോലെ ടോൺസിൽസ് വീങ്ങുന്ന സമയത്ത് വളരെ വലുതായി വരികയും നമുക്കൊരു ടോർച്ചിന്റെ സഹായത്തോടു കൂടി തന്നെ വളരെ ഈസിയായി കാണാൻ സാധിക്കുകയും ചെയ്യും. അതേസമയം അഡിനോയിഡ് മൂക്കിന്റെ പുറകുവശത്തായത് കൊണ്ട് തന്നെ ടോർച്ച് ഉപയോഗിച്ചൊന്നും നമുക്ക് എളുപ്പത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു ഗ്രന്ഥിയല്ല. അതേസമയം ഒരു എക്സ്റേയോ അല്ലെങ്കിൽ എൻഡോസ്കോപ്പിയോ ഒക്കെ എടുത്താൽ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കൂ. അതേപോലെ ടോൺസിൽസ് വീങ്ങുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഉമിനീരിറക്കാനും ഒക്കെ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. അതേസമയം അഡിനോയിഡ് ഗ്രന്ഥി വീങ്ങുന്ന സമയത്ത് നമുക്ക് ശ്വാസം എടുക്കാനുള്ള തടസ്സമാണ് നേരിടുക. അതുകൊണ്ട് തന്നെ കുട്ടികൾ വായ തുറന്നു പിടിച്ചുറങ്ങുകയും കൂർക്കം വലിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ സാധാരണയാണ്. നിങ്ങൾക്ക് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ ഈസിയായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുമല്ലോ.